ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. അതുപോലെ തന്നെ നമ്മളെ വീട്ടമ്മമാർക്ക്, ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കും, അതുപോലെ തന്നെ ബാച്ചിലേഴ്സായി കഴിയുന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും അനിയത്തിമാർക്കും പിന്നെ പ്രവാസികൾക്കും പിന്നെ പാചകം പഠിച്ച് തുടങ്ങുന്ന കൂട്ടുകാർക്കും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. അതിനായിട്ട് പരിപ്പ് കുറച്ച് മുന്നേ വെള്ളത്തിലിട്ടേക്കണം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പച്ചക്കറി ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്ത് വയ്ക്കുക. ഒരു കുക്കർ എടുക്കുക, അതിലേക്ക് ഇത് രണ്ടും ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചക്കറി ഇന്നത് വേണമെന്നൊന്നുമില്ല, കയ്യിൽ ഉള്ളത് എടുക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പച്ചക്കായാണ്, വറുത്തിട്ടുള്ള ഒന്നല്ല. അതിനൊരു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കാൻ വെക്കണം. പിന്നെ ഇത് വലിയ ഭാരപ്പെട്ട പണിയൊന്നുമല്ല. കുറച്ച് പച്ചക്കറി മുന്നേ ഒന്ന് അരിഞ്ഞ് വെക്കണം. പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ടേക്കണം, കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ടേക്കണം. അത്രയേ ഉള്ളൂ. നമ്മളിതിൽ തേങ്ങ അരയ്ക്കണമൊന്നുമില്ല. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ പച്ചക്കറി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതാ വിസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി വേവിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് അധികം വെന്ത് പോകണ്ട. 2-3 വിസിൽ അത്രയും വേണ്ടോ. അപ്പോൾ പിന്നെ വേണ്ടത് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് വെണ്ടക്കായ ഒരു 3 എണ്ണം മതി, അതൊന്ന് കഷ്ണാക്കിയിട്ട് വെച്ചിരിക്കുക. നേരത്തെ അരിഞ്ഞ് വയ്ക്കുക. പിന്നെ നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നേരത്തെ ഫസ്റ്റ് നമ്മൾ പച്ചക്കറിയുടെ കഷ്ണം ഇടുന്നതിൻ്റെ ഒപ്പം നമ്മൾ വെണ്ടക്കായ ഇട്ട് കൊടുക്കണില്ല. പിന്നെ അങ്ങനെ വെണ്ടക്കായ ഞാൻ വഴറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ തക്കാളി ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. തക്കാളി യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ കയ്യിലുണ്ടായിരുന്നില്ല, അത് കാരണമാണ്. അപ്പോൾ ഇതാ നമ്മളെ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ വേപ്പിൻ്റെ ഇല എടുക്കുക. കുറച്ച് കഴിഞ്ഞാൽ ഒരു 3-4 വറ്റൽമുളക് എടുക്കുക. അത് ഇതുപോലെ 2 കഷ്ണമാക്കി പൊട്ടിച്ചിടുക. കുറച്ച് ഉലുവ എടുക്കുക, വേപ്പിൻ്റെ ഇല എടുക്കുക. എന്നിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ആവശ്യമുള്ളത് വെച്ചാൽ ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇല്ലാത്തവർ സബോള എടുത്തോളം കുഴപ്പമില്ല. പിന്നെ 2 പച്ചമുളകും ഞാൻ കീറിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളി ഇതിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തക്കാളി ഇതിൻ്റെ ഒപ്പം ഇടണം. ഒരു തക്കാളിയെങ്കിലും ഇടാണ്ടിരിക്കരുത്. എൻ്റെ കയ്യിൽ തക്കാളി ഇല്ലാത്ത കാരണമാണ് ഇടാത്തത്. അപ്പോൾ ഈ ഉള്ളിയൊപ്പം ഒരു തക്കാളിയും കൂടി മുറിച്ചിടാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ചെറിയുള്ളി ആണെന്ന് വെച്ചെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആവും. ചെറിയുള്ളി കയ്യിലില്ലെച്ചെങ്കിൽ സബോള ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് നമ്മളെ മസാലകളാണ്. അധികം മസാലയൊന്നുമില്ല. കുറച്ച് മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും കൂടിയിട്ട് എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക വെച്ചാൽ നല്ല തീ വേണ്ട കേട്ടോ. ആവശ്യത്തിന് ചെറിയ തീ അത്രയും വേണ്ട, കരിഞ്ഞു പോകുക അല്ലെങ്കിൽ. പിന്നെ നമുക്ക് വേണ്ടത് മസാലപ്പൊടിയാണ്. മസാലപ്പൊടി എന്ന് പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ നമ്മളെ സാമ്പാർ പൊടി. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സാമ്പാർ പൊടി കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ നന്നായി കുറച്ചിട്ടോളൂ, കരിഞ്ഞു പോകരുത്. അങ്ങനെ നമ്മളെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്കിനി കുറച്ച് കായത്തിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഫസ്റ്റ് പച്ചക്കായ ഇട്ട് കൊടുത്തുള്ളതാണ്. നമ്മളെ സാമ്പാറിന് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിക്കുന്നതിനൊപ്പം ഈ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്ന വെച്ചാൽ ഒന്നും കൂടി ഒരു നല്ലൊരു സ്മെല്ല് വരും. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറി ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇതിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി, തിളച്ചിട്ട് ഒഴിക്കരുത്. ഈ ഒരു ഇതിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ വഴറ്റി വെച്ചിട്ടുള്ള വെണ്ടക്കായ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായി തിളപ്പിക്കണം. നമ്മൾ പച്ചക്കറിയിലൊപ്പം ഒഴിച്ച വെള്ളം ഒന്ന് വറ്റണം. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് മിസ് ചെയ്യരുത് കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് തിളയ്ക്കണം. നമ്മൾ ഒരുവിധമല്ല, സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്.
വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഉച്ചയ്ക്ക് ചോറിനായാലും ഉപയോഗിക്കുക. സാമ്പാർ പിന്നെ ഓൾറൗണ്ടർ ആണല്ലോ, ഏതെടുത്താലും ചപ്പാത്തിക്കായാലും ശരി എല്ലാത്തിനും നമുക്ക് പോവും. അപ്പോൾ നമ്മളെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ജോലിക്ക് പോകുന്നവർക്കും പിന്നെ കാലത്തൊക്കെ എത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് എല്ലാവരും അതാ നോക്കുള്ളൂ. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. അപ്പോൾ നമ്മളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.